ബ്രെഡ് പിസ്സ വളരെ എളുപ്പം നമുക്ക് ഓവനില്ലാതെ തന്നെ പാനിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ഇഷ്ടമുള്ള ക്യാപ്സിക്കം, സവോള ചെറുതായിട്ടോ അല്ല ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടോ നറുക്കാം. കൂടെ ഒലീവും സ്വീറ്റ് കോണും പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പിസ്സ സോസുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ബ്രെഡിൽ രണ്ട് ഭാഗത്തും എണ്ണ ഇതുപോലെ തേച്ച് അതിൻ്റെ മുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ ശകലം മൊസറല്ല ചീസ് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇഷ്ടമുള്ള രീതിയിൽ നിരത്തുക. അപ്പം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെജിറ്റബിൾസാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ക്യൂബ്സായിട്ടും അരിഞ്ഞ് നമുക്കിതുപോലെ അലങ്കരിക്കാം. പിസ്സ നല്ല ചീസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ പച്ചക്കറി നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ശകലം കൂടെ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്യുക. നല്ല ചീസി ആയിട്ട് ബ്രെഡ് പിസ്സ നമുക്ക് തയ്യാറാക്കി കിട്ടും. ചീസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം ഒലീവ്സ് ഇതുപോലെ അലങ്കരിക്കാനായിട്ട്. അപ്പോൾ കയ്യിൽ മൊസറല്ല ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചീസ് സ്ലൈസ് വെച്ച് നമുക്ക് പിസ്സ തയ്യാറാക്കാം. ഒരു ബ്രെഡിൽ 3-4 സ്ലൈസ് ചീസ് വയ്ക്കുക. ഇപ്പോൾ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരെണ്ണം വെച്ചാണ് കാണിച്ചു തരുന്നത്. ഏറ്റവും മുകളിലായിട്ട് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും തൂവി നല്ല ചൂടുള്ള പാനിൽ ഇതുപോലെ അടച്ചു വെച്ച് ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ചീസ് നന്നായിട്ട് ഉരുകി വരുന്നത് വരെ ചെറിയ തീയിൽ ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്ക് രണ്ടായിട്ട് മുറിച്ച് വിളമ്പാവുന്നതാണ്. മൊസറല്ല ചീസ് മാത്രമുള്ളതാണെങ്കിൽ കാണാം അതിൻ്റെ ടെക്സ്ചർ. ഇനി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള പിസ്സ, അതും കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ബേസ് നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് അത് കുക്ക് ചെയ്തത്. ചീസ് സ്ലൈസ് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം.